വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മളിന്ന് ബ്ലോക്ക് 2-ലെ ചാപ്റ്റർ 6 ബൈയിങ് ബിഹേവിയർ. അപ്പോൾ ബൈയിങ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ഡിസൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ അയാളെ പ്രേരിപ്പിക്കുന്നത് എന്തൊക്കെയാണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സെയിൽസ്മാൻ ഒരു കസ്റ്റമറിൻ്റെ ബൈയിങ് ബിഹേവിയർ മനസ്സിലാക്കിയിരിക്കണം അല്ലേ. അപ്പോൾ അതായത് ഇപ്പോൾ എവിടെ നിന്ന് വാങ്ങണം, ആരുടെ കയ്യിൽ നിന്ന് വാങ്ങണം, ഏത് പ്രൊഡക്റ്റ് വാങ്ങണം, അങ്ങനെയൊക്കെ അയാൾ ഡിസൈഡ് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ അക്കോർഡിംഗ് ടു CJ വാൾട്ടേഴ്സ് ആൻഡ് VJ പോൾ അവരൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് ബൈയിങ് ബിഹേവിയറുമായി ബന്ധപ്പെട്ട്. എന്താണ്? കൺസ്യൂമർ ബിഹേവിയർ ഈസ് ദി പ്രോസസ് വെർ ബൈ ഇൻഡിവിജ്വൽസ് ഡിസൈഡ് വാട്ട്, വെൻ, വേർ, ഹൗ ആൻഡ് ഫ്രം ഹൂം ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്താ ഇവിടെ പറയുന്നത്? കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു പ്രോസസ്സാണ് അല്ലെ. എന്തിനെ കുറിച്ചുള്ള പ്രോസസ്സാണ്? ഇൻഡിവിജ്വൽസ് ഡിസൈഡ് ചെയ്യാണ് എന്ത് എപ്പോൾ, എവിടെ, എങ്ങനെ, ആരിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങണം അല്ലെങ്കിൽ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യണം. എങ്ങനെ പർച്ചേസ് ചെയ്യണം, എന്ത് പർച്ചേസ് ചെയ്യണം, എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം, ആരിൽ നിന്ന് പർച്ചേസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു കൺസ്യൂമർ ഡിസൈഡ് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു സെയിൽസ്മാൻഷിപ്പിലെ ഒരു സെയിൽസ്മാൻ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഒരു കൺസ്യൂമറിൻ്റെ ബൈയിങ് ബിഹേവിയർ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ഒരു കൺസ്യൂമറിൻ്റെ ബൈയിങ് ബിഹേവിയർ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ഒരു കസ്റ്റമറുമായിട്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാളുടെ സെയിൽസ്മാൻഷിപ്പിലെ സ്കില്ല് യൂസ് ചെയ്തുകൊണ്ട് അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറിനെ കുറിച്ചുള്ള ഒരു അല്ലെങ്കിൽ കൺസ്യൂമറിൻ്റെ ബൈയിങ് ബിഹേവിയർ എന്താണ്, അതുപോലെ തന്നെ ഈ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കൺസ്യൂമറും ബയ്യറും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്, അതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിലെ അടുത്തൊരു ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ബയ്യർ ആൻഡ് കൺസ്യൂമർ. ബയ്യറും കൺസ്യൂമറും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ് നോക്കുക. ഇവിടെ ഓരോന്നായിട്ട് മീനിങ് എന്താണ്? ബയ്യർ എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്? എ പേഴ്സൺ ഹു പർച്ചേസസ് ദി പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ബയ്യർ എന്ന് പറയുമ്പോൾ ആരാണോ അല്ലെങ്കിൽ ഏത് വ്യക്തിയാണോ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസസോ പർച്ചേസ് ചെയ്യുന്നയാൾ. പക്ഷെ കൺസ്യൂമർ എന്ന് പറയുമ്പോൾ എന്താണ്? എ പേഴ്സൺ ഹു യൂസസ് ഓർ ഈസ് ദി എൻഡ് യൂസർ ഓഫ് ദി പ്രൊഡക്റ്റ് ഓർ സർവീസസ് അല്ലേ. അതായത് യൂസ് ചെയ്യുന്ന ആളാണ് കൺസ്യൂമർ. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ, ഇപ്പം നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫാദർ ഒരു ബാഗ് അയാളുടെ മകന് വേണ്ടിയിട്ട് വാങ്ങുന്നു. അപ്പോൾ ഇവിടെ ഫാദർ ബാഗ് വാങ്ങുന്നത് എന്താ? അയാൾ ബയ്യറാണ്. പക്ഷെ അത് യൂസ് ചെയ്യുന്നത് ആരാണ്? അയാളുടെ മകനാണ്. അപ്പോൾ ഇവിടുത്തെ കൺസ്യൂമർ എന്ന് പറയുമ്പോൾ അയാളുടെ മകനാണ് കൺസ്യൂമർ. പക്ഷെ ബയ്യർ ആരാണ്? ഫാദർ ആണ് അല്ലേ. ഡിഫറൻസസ് മനസ്സിലായല്ലോ. ഇവിടെ ബയ്യർ എന്ന് പറയുമ്പോൾ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നയാളാണ്. കൺസ്യൂമർ എന്ന് പറയുമ്പോൾ എന്താണ്? ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നയാളാണ്. ഇപ്പോൾ എല്ലാ കേസിലും എന്താണ്, ബയ്യറും കൺസ്യൂമറും ഒരേ ആൾ തന്നെയായിരിക്കും. അതായത് ഇപ്പോൾ ഒരാൾ അയാൾക്ക് വേണ്ടിയിട്ടൊരു സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബയ്യറും ആ വ്യക്തി തന്നെയാണ്, കൺസ്യൂമറും ആ വ്യക്തി തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെ അടുത്തത് നോക്കൂ, റീസെൽ. അപ്പോൾ നോക്കൂ, ഇവിടെ ബയ്യർ ക്യാൻ റീസെൽ ദി ഗുഡ്സ്. ബയ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗുഡ്സ് വാങ്ങിയിട്ട് അത് റീസെയിൽ നടത്താൻ പറ്റും. ഇപ്പോൾ ഒരു ഹോൾസെയിലർ അയാൾ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങുകയാണ്, എന്നിട്ട് എന്ത് ചെയ്യാണ്, അയാൾ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നത് റീസെയിൽ നടത്താൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക അല്ലേ. പക്ഷെ ഇവിടെ കൺസ്യൂമറിന്റെ കേസ് എന്ന് പറയുമ്പോൾ കൺസ്യൂമർ എന്ന് പറയുമ്പോൾ ആ ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്നയാളാണ്, എൻഡ് യൂസറാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഗുഡ്സ് യൂസ് ചെയ്യാൻ മാത്രമേ കഴിയുകയുള്ളൂ. കൺസ്യൂമർ എന്ത് ചെയ്യുന്നില്ല, വിൽക്കുന്നില്ല. പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓർ സർവീസസ് വിൽക്കുന്നില്ല അയാൾ. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, പർച്ചേസ് ഓഫ് ഗുഡ്സ് അല്ലേ. എന്താണ് ഇവിടെ പറയുന്നത്? എ ബയ്യർ നീഡ്സ് ടു ബൈ എ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യുന്നയാളെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബയ്യർ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അയാൾക്ക്
പ്രൊഡക്റ്റ് ഓർ സർവീസസ് ബൈ ചെയ്യേണ്ടത് അയാളുടെ ആവശ്യമാണ് അല്ലേ. എങ്കിൽ മാത്രമേ അയാളെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ, ബയ്യർ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. പക്ഷെ കൺസ്യൂമറിന്റെ കേസിൽ എന്താണ്, അയാൾക്ക് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് നേരിട്ട് പോയിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങണമെന്നില്ല അല്ലേ. അപ്പൊ ആ കൺസ്യൂമർ നീഡ് നോട്ട് ബൈ എ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. അയാൾക്ക് വേറെ ആരെങ്കിലും വാങ്ങിക്കൊടുത്താലും അയാൾക്ക് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പൊ ബയ്യർ, പർച്ചേസ് ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ബയ്യർ എന്ത് ചെയ്യണം, ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയെങ്കിൽ മാത്രമേ അയാളെ നമുക്ക് ബയ്യർ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. കൺസ്യൂമറിനെ നമുക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങണമെന്ന് നിർബന്ധമില്ല അല്ലെ. അയാൾക്ക് വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും വാങ്ങിയാൽ മതി ആ പ്രൊഡക്റ്റ്. അടുത്ത് നോക്കൂ, പർപ്പസ്. ബയ്യറിന്റെ പർപ്പസ് എന്താണ്, അയാൾ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് വാങ്ങുന്നത്, ടു സെൽ ഓർ കൺസ്യൂം ദി ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ബയ്യർ ഒരു പ്രൊഡക്റ്റോ സർവീസസോ വാങ്ങുന്നത്, ഒന്നല്ലെങ്കിൽ അയാൾക്കത് വിൽക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാൾക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടോ ആണ് വാങ്ങുന്നത്. പക്ഷേ കൺസ്യൂമറിന്റെ കേസിലോ അയാൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് ഓൾവേസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്നത് ഓൾവേസ് അയാൾ എന്താണ് യൂസ് ചെയ്യാൻ വേണ്ടി, കൺസംഷന് വേണ്ടിയിട്ട്, കൺസംഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും അയാൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത്. പ്രൈസ് അല്ലേ. പ്രൈസ് എന്താണ്, ബയ്യർ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നേരിട്ടാണ് അയാൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൊടുക്കേണ്ടത് ആരാണ്, ബയ്യർ തന്നെയാണ് അല്ലെ. അപ്പൊ അതാണ് പെയ്ഡ് ബൈ ദി ബയ്യർ അല്ലെ. ബയ്യർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൊടുക്കുന്നു. പക്ഷെ കൺസ്യൂമറിന്റെ കേസിലോ, കൺസ്യൂമർ മേ ഓർ മേ നോട്ട് ബി പെയ്ഡ് ബൈ ദി കൺസ്യൂമർ. ചിലപ്പോൾ കൺസ്യൂമർ തന്നെ പേയ്മെന്റ് നടത്താം, ഇല്ലെങ്കിൽ ഇപ്പൊ വേറെ ആരെങ്കിലും, ഇപ്പൊ നമ്മൾ നേരത്തെ എക്സാമ്പിളില് ഒരു ഫാദർ അയാളുടെ മകന് വേണ്ടിയിട്ട് ഒരു ബാഗ് വാങ്ങുമ്പോൾ അതിന്റെ പേയ്മെന്റ് കൊടുക്കുന്നത് ഫാദർ ആണ്, പക്ഷെ അത് യൂസ് ചെയ്യുന്നത് അയാളുടെ മകനാണ് അല്ലെ. ഇവിടെ ബയ്യർ എന്ന് പറയുമ്പോൾ എന്താണ്, അയാളാണ്, വാങ്ങുന്നയാളെയാണ് നമ്മൾ ബയ്യർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അയാൾ തന്നെ ആയിരിക്കും എന്ത്, ആ ഒരു പ്രൈസും പേയ്മെന്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അടുത്തത് നോക്കൂ, ടാർഗറ്റ് ഗ്രൂപ്പ് അല്ലെ. ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ബയ്യർ ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെ, വേറെ ഏതെങ്കിലും ഓർഗനൈസേഷൻസ് ആയിരിക്കാം വാങ്ങുന്നത്. കൺസ്യൂമർ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കാം. അവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്നത്, കൺസംഷൻ അല്ലെങ്കിൽ യൂസ് അല്ലെ, യൂസിന് വേണ്ടിയിട്ടാണ് വാങ്ങുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് ബയ്യറും കൺസ്യൂമറും തമ്മിലുള്ള ഡിഫറൻസസ്. അപ്പൊ ബയ്യർ എന്ന് പറയുമ്പോൾ നേരിട്ടൊരു പ്രൊഡക്റ്റ് പോയി വാങ്ങുന്നയാൾ, ആരാണോ വാങ്ങുന്നത് അയാളെ നമുക്ക് ബയ്യർ എന്ന് വിളിക്കാം. കൺസ്യൂമർ എന്ന് പറയുമ്പോൾ ആരാണോ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് അയാളെ നമുക്ക് കൺസ്യൂമർ എന്ന് വിളിക്കാം. ഓക്കെ. അപ്പൊ നമ്മുടെ ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗം നമ്മൾ പറഞ്ഞു, ബയ്യിങ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസസ് വാങ്ങാൻ ഒരു കസ്റ്റമർ, ഒരു ബയ്യർ ഡിസിഷൻ എടുക്കുമ്പോൾ അയാളെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സുകൾ ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് 5 ഫാക്ടേഴ്സ് ആണ് ഒരു ബയ്യറിന്റെ ബയ്യിങ് ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കുക. ഫസ്റ്റ് ഫാക്ടറാണ് കൾച്ചറൽ ഫാക്ടർ അല്ലേ. അതായത് അയാളുടെ ഒരു കൾച്ചർ എങ്ങനെയാണ്, ആ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിൽ ഡിസിഷൻ എടുക്കുന്നതിൽ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ കൾച്ചറൽ ഫാക്ടറിൽ വരുന്നത് ഒന്ന് കൾച്ചർ അല്ലേ. കൾച്ചർ എന്ന് പറയുമ്പോൾ അയാളുടെ എത്തിക്സ്, അയാളുടെ വാല്യൂസ്, അയാളുടെ വാണ്ട്സ് ആൻഡ് നീഡ്സ്, അയാളുടെ പ്രിഫറൻസസ്, അയാളുടെ പെർസെപ്ഷൻസ്, ഇതൊക്കെ അടങ്ങിയതാണ് അയാളുടെ കൾച്ചർ. അപ്പൊ ഇതിൻ്റെയൊക്കെ ബേസിലാണ് അയാൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് അല്ലേ. അയാളുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ഡിസിഷൻ എടുക്കുന്നത് ഈ ഒരു കൾച്ചറിന്റെ ബേസിലാണ് അല്ലേ. കൾച്ചർ എന്ന് പറയുമ്പോൾ അയാൾ അല്ലെങ്കിൽ അയാൾ നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്, അപ്പൊ അയാൾ അത് ഒബ്സർവ് ചെയ്യും. അയാളുടെ ഫാമിലി എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്, അത് ഒബ്സർവ് ചെയ്തിട്ട് ആ ഒരു എത്തിക്സും ആ ഒരു വാല്യൂസും ഒക്കെ ഫോളോ ചെയ്യുന്നതാണ് കൾച്ചർ എന്ന് പറയുമ്പോൾ അല്ലെ. അപ്പോൾ അയാളുടെ ബയ്യിങ് ഡിസിഷനിൽ ഈ ഒരു ഫാക്ടർ എന്താവും, നിർണായകമായൊരു ഘടകമായിരിക്കും അല്ലെ. അയാളുടെ കൾച്ചറിനനുസരിച്ചായിരിക്കും അയാൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് അല്ലെ. അതുപോലെ തന്നെ സബ് കൾച്ചർ എന്ന് പറയുമ്പോൾ അയാളുടെ റിലീജിയൻസ്, ജിയോഗ്രഫിക്കൽ ഗ്രൂപ്പ്സ്, നാഷണാലിറ്റി, കാസ്റ്റ് അല്ലെ. അപ്പോൾ അതായത് ഒരു സെയിം സെറ്റ് ഓഫ് ബിലീഫ്സും വാല്യൂസും ഒക്കെ എങ്കിൽ അങ്ങനെയുള്ള ഒരു കാറ്റഗറി അല്ലെ. അതായത് ഇപ്പോൾ അയാൾ ഒരു പ്രത്യേക വിഭാഗക്കാരനാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മുസ്ലിം റിലീജിയനിൽ ഫോളോ ചെയ്യുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ പ്രൊഡക്റ്റിന്റെ തെരഞ്ഞെടുപ്പിൽ ആ ഒരു മതം അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെ. അല്ലെങ്കിൽ മറ്റു മതങ്ങളൊക്കെ, ഏത് മതത്തിലാണോ അയാളുള്ളത് ആ ഒരു
ഇത് എന്താണ് അയാൾ പ്രൊഡക്റ്റ് വാങ്ങുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇന്ത്യക്കാരായ നമ്മളും അതേപോലെ തന്നെ ഫോറിനേഴ്സും പ്രൊഡക്റ്റ് എന്താണ് സെലക്ഷൻ നടത്തുന്നതിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട് അല്ലേ. അപ്പം നമ്മുടെ നാഷണാലിറ്റി, നമ്മുടെ എന്താ പറയുക മതം, അല്ലെങ്കിൽ നമ്മുടെ കാസ്റ്റ്, നമ്മുടെ വംശം, ഇതൊക്കെ എന്ത് ചെയ്യും നമ്മളൊരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുന്നതിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ സോഷ്യൽ ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളിപ്പോൾ ആ ഒരു പേഴ്സൻ്റെ എഡ്യൂക്കേഷൻ അനുസരിച്ചും വെൽത്തിനനുസരിച്ചും ഇൻകം, ഒക്യുപ്പേഷൻ, ഇതിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് എന്താണ് ഓരോ കസ്റ്റമറിനെയും ഹൈ ക്ലാസ്, മിഡിൽ ഇൻകം ക്ലാസ്, ലോ ക്ലാസ് എന്നൊക്കെ ആയിട്ട് നമുക്ക് തരം തിരിക്കാം അല്ലേ. അപ്പോൾ അതും എന്ത് ചെയ്യുന്നുണ്ട്, ഏത് ലെവൽ ഓഫ് സോഷ്യൽ ക്ലാസ്സിലാണ് ഒരു കൺസ്യൂമർ ഉള്ളത് അതിനനുസരിച്ചായിരിക്കും അയാളുടെ പർച്ചേസിങ് അല്ലെങ്കിൽ അയാൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിലുള്ള തീരുമാനവും അല്ലെ. ഒരു ഹൈ ക്ലാസ് ആവുമ്പോൾ, ഒരു ഹൈ ക്ലാസ്സിൽ ജീവിക്കുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഹയർ ഇൻകം ഉണ്ടാവും. അപ്പം അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റിന്റെ തിരഞ്ഞെടുപ്പ് അയാൾ നടത്തും അല്ലെ. ലോ ക്ലാസ് ആവുമ്പോൾ അയാളുടെ ഇൻകത്തിനനുസരിച്ചും അയാളുടെ ആ ഒരു എന്താ പറയുക ഇതിനനുസരിച്ചും അല്ലെങ്കിൽ അയാൾ ജീവിച്ച് വളർന്ന സാഹചര്യത്തിനനുസരിച്ചൊക്കെയുള്ള തിരഞ്ഞെടുപ്പായിരിക്കും അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ തിരഞ്ഞെടുപ്പായിരിക്കും അയാളിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് കൾച്ചറൽ ഫാക്ടേഴ്സിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു കസ്റ്റമറിനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ഡിസൈഡ് ചെയ്യുന്നതിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഒരു ഫാക്ടർ നോക്കൂ, സോഷ്യൽ ഫാക്ടർ അല്ലേ. അതായത് സോഷ്യൽ ഫാക്ടറിൽ വരുന്നത് ഫാമിലി അല്ലേ, നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ ഫാദർ, മദർ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ തീരുമാനിക്കുന്നതിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്യണം. എന്താണ് ഒരു സെയിൽസ്മാൻ എപ്പോഴും ആ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അയാളുടെ ഫാമിലിയെ കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ആ ഒരു അയാളുടെ സ്കില്ല് യൂസ് ചെയ്യേണ്ടത്. കാരണം അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കസ്റ്റമറിന്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഏത് പ്രൊഡക്റ്റ് വാങ്ങണം എന്ന് ഡിസൈഡ് ചെയ്യുന്നതിൽ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ്. അതുപോലെ തന്നെ റെഫറൻസ് ഗ്രൂപ്പ് അല്ലെ. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ തൊട്ടടുത്ത ഫ്രണ്ട്സിനോട് ചോദിക്കും, അല്ലെങ്കിൽ കൊളീഗ്സിനോട് ചോദിക്കും, അല്ലെങ്കിൽ മറ്റ് ആൾക്കാരോടൊക്കെ ഞാൻ ആ ഒരു ഫോണിനെ കുറിച്ച് റെഫറൻസ് ചോദിക്കും അല്ലേ. ആ ഫോൺ എങ്ങനെയുണ്ട്, മറ്റു ഫോൺ എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പോൾ അവരുടെ ഒരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഞാനൊരു ഫോൺ വാങ്ങുന്നതിൽ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഇതാണ് റെഫറൻസ് ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പർച്ചേസിങ് ഡിസിഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കൂ, റോൾ ആൻഡ് സ്റ്റാറ്റസ് അല്ലേ. റോൾ ആൻഡ് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ അയാളുടെ സ്റ്റാറ്റസ്, ആ സൊസൈറ്റിയിൽ അയാൾക്കുള്ള സ്റ്റാറ്റസ് എന്താണ്, അതിൻ്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അയാളുടെ സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ടാവുക അല്ലേ. അതായത് ഇപ്പോൾ അയാളുടെ പ്രൊഫഷൻ അനുസരിച്ച് അയാൾ എന്ത് ചെയ്യും, സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നു അല്ലേ. അതായത് പോലെ തന്നെ അയാൾ എന്ത് റോളാണ് ഇപ്പോൾ ഒരു ടീച്ചർ, അയാൾ ആ വ്യക്തിയുടെ ഒരു ടീച്ചർ, അയാളുടെ റോൾ എന്താണ്, ഒരു ടീച്ചറാണ്. അപ്പോൾ അയാൾ ആ ഒരു ടീച്ചിങ്ങിനനുസരിച്ചുള്ള പർച്ചേസിങ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അയാളുടെ റോളിൻ്റെയും സ്റ്റാറ്റസിൻ്റെയും ബേസിലായിരിക്കും ഒരു പ്രൊഡക്റ്റൊക്കെ അയാൾ പർച്ചേസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബൈയിങ് ഡിസിഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ സോഷ്യൽ ഫാക്ടറിൽ ഫാമിലി, റെഫറൻസ് ഗ്രൂപ്പ്, റോൾ ആൻഡ് സ്റ്റാറ്റസ്. അതുപോലെ തന്നെ പേഴ്സണൽ ഫാക്ടേഴ്സ് അല്ലേ. പേഴ്സണൽ ഫാക്ടേഴ്സ് തീർച്ചയായിട്ടും ഒരു ഡിസിഷൻ, ഒരു പർച്ചേസിങ് ഡിസിഷനിലെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ, ഏജ് അല്ലേ. ഇപ്പം നമുക്കറിയാം ഒരു യങ്ങർ ഏജുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ന്യൂ ജനറേഷൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആയിരിക്കില്ല ആർക്കുണ്ടാവുക, കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ജനറേഷൻ ഉണ്ടായിരിക്കുക അല്ലേ. ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റും പ്രിഫറൻസസ് ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഏജ് എന്നുള്ളൊരു ഫാക്ടർ ബൈയിങ് ഡിസിഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻകം അല്ലേ. ഇൻകം ഇപ്പോൾ ഹൈ ഇൻകം ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും, അവരുടെ പർച്ചേസിങ് പവർ അവർ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. കാരണം അവർക്ക് അതിനനുസരിച്ചുള്ള ഇൻകം അവരുടെ കയ്യിലുണ്ട്. നേരെ മറിച്ച് ലോ ഇൻകം ആണെന്നുണ്ടെങ്കിൽ അവരതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് അവർക്ക് അവരുടെ കഴിയുന്ന രീതിയിൽ അവരുടെ കയ്യിൽ എത്ര ഇൻകം ഉണ്ടോ അതിനനുസരിച്ച് അവരെന്ത് ചെയ്യുള്ളൂ, പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യുകയുള്ളൂ അല്ലേ. അതേപോലെ തന്നെ ഇൻകം എക്സ്പെക്റ്റേഷൻ അല്ലേ. ഹൈ ഇൻകം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യും, അയാൾ കൂടുതൽ സ്പെൻഡ് ചെയ്യും അല്ലേ.
ഇപ്പോൾ ലോ ഇൻകം എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ പർച്ചേസിങ്ങിനായി സ്പെൻഡ് ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ എന്താണ് ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഈസി ആയിട്ട് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന അസറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ സെക്യൂരിറ്റീസ് അല്ലേ, അതായത് എന്താണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ക്യാഷ് ഒക്കെ നമുക്ക് എന്ത് പറയാം ലിക്വിഡ് അസറ്റ് ആണെന്ന് പറയാം അല്ലെ. ഈസി ആയിട്ട് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതോ ക്യാഷിനെയോ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ് അസറ്റ്സിൻ്റെയും അതേപോലെ തന്നെ ഫിക്സഡ് അസറ്റിൻ്റെയും ബേസിൽ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സും നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിലെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ലിക്വിഡ് അസറ്റ്സ് കൂടുതൽ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും അല്ലേ. ഫിക്സഡ് അസറ്റ് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ പർച്ചേസിങ് നമുക്ക്, കാരണം ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബയ്യറിന്റെ ബൈയിങ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കൺസ്യൂമർ ക്രെഡിറ്റ് അല്ലെ, എന്ത് ചെയ്യും, ചില സ്ഥാപനങ്ങൾ കൺസ്യൂമർക്ക് കടത്തിന് സാധനങ്ങൾ കൊടുക്കാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ബൈ നൗ പേ ലേറ്റർ അല്ലെ, അപ്പോൾ ഒരുപാട് എന്താണ് പ്രൊഡക്റ്റ്, ഇപ്പോൾ ബജാജ് ഫിനാൻസ് കമ്പനി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യുന്നത്, നമ്മളൊരു പ്രൊഡക്റ്റ് ഇപ്പോൾ വാങ്ങാം പക്ഷെ ഫുൾ പേയ്മെന്റ് കൊടുക്കണ്ട, അത് എന്താണ് ഇൻസ്റ്റാൾമെന്റ് ആക്കി അടക്കുക, അങ്ങനെയുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എന്ത് ബൈയിങ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ക്രെഡിറ്റ് ഫെസിലിറ്റി ഒക്കെ ബൈയിങ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ക്രെഡിറ്റ് ഫെസിലിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യും, ആൾക്കാർ കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും അല്ലേ, അവരുടെ ഡിസിഷൻ പെട്ടെന്ന് അവർക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പേഴ്സണൽ ഫാക്ടേഴ്സിൽ. ഓക്കെ, അപ്പോൾ ഇൻകത്തിന് അനുസരിച്ചും നമുക്ക് സാധനങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്തുന്നു. അതേപോലെ തന്നെ ഒക്യുപ്പേഷൻ അല്ലെ, ഒക്യുപ്പേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എന്താണോ അയാളുടെ പ്രൊഫഷൻ അതിനനുസരിച്ച് അയാൾ എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് വാങ്ങും അല്ലെ. ഇപ്പോൾ ഒരു ടീച്ചർ ആ പ്രൊഫഷൻ അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് വാങ്ങുന്നു, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഡോക്ടർ അയാൾക്കനുസരിച്ചുള്ള പ്രൊഫഷൻ അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് വാങ്ങുന്നു. പിന്നെ അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ എന്താ, ഇപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് അവർ ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കി ഹെൽത്തി ആയിട്ടുള്ള എന്താണ് ഫുഡ് യൂസ് ചെയ്യുന്നു അല്ലെ. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈലും എന്താണ് വിവിധ പല വ്യക്തികൾക്കും പല ലൈഫ് സ്റ്റൈലായിരിക്കും. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈലും ഒരു ബൈയിങ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി അല്ലെ, ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയുടെ ബേസിലായിരിക്കും അവർ ഓരോ പ്രൊഡക്റ്റും അയാൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഫാക്ടേഴ്സിലെ ഏജ്, ഇൻകം, ഒക്യുപ്പേഷൻ, ലൈഫ് സ്റ്റൈല്, പേഴ്സണാലിറ്റി തുടങ്ങിയ ഫാക്ടേഴ്സ് ഒരു ബയ്യറുടെ പർച്ചേസിങ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എക്കണോമിക് ഫാക്ടേഴ്സ് നോക്കൂ. എക്കണോമിക് ഫാക്ടർ എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഇൻകം അല്ലെ, എത്രമാത്രം പേഴ്സണൽ ഇൻകം ഉണ്ട് അതിനനുസരിച്ച് അയാൾ എന്ത് ചെയ്യും, അയാളുടെ വാങ്ങലിലുള്ള തീരുമാനങ്ങൾ എഫക്റ്റ് ചെയ്യുന്നു. കൂടുതൽ ഇൻകം ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും, കൂടുതൽ പർച്ചേസ് ചെയ്യുന്നു അല്ലെ. അതുപോലെ തന്നെ ഫാമിലിയിലെ ഇൻകത്തിന്റെ ബേസിലും അയാളുടെ പർച്ചേസിങ് ഡിസിഷനിൽ അയാൾക്ക് തീരുമാനങ്ങൾ വ്യത്യാസപ്പെടും അല്ലെ. അതുപോലെ തന്നെ ഇൻകം എക്സ്പെക്ടേഷൻ, ഹൈ ഇൻകം എക്സ്പെക്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് എന്തുണ്ടാവും, ഹൈ ഇൻകം എക്സ്പെക്ട് ചെയ്യുന്ന വ്യക്തികൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ലോ ഇൻകം എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും, എന്താണ് വളരെ കുറച്ച് മാത്രം സ്പെൻഡ് ചെയ്യുന്നു അല്ലെ. അടുത്തത് എന്താണ് ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ലിക്വിഡ് അസറ്റ്സ് എന്ന് ഈസി ആയിട്ട് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന അസറ്റിനെയാണ് ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ലിക്വിഡ് അസറ്റും ഉണ്ട്, ഫിക്സഡ് അസറ്റ്സും ഉണ്ട്. അപ്പോൾ ഈ ലിക്വിഡ് അസറ്റ്സ് കൂടുതലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ സ്പെൻഡ് ചെയ്യും, എന്താണ് അവരുടെ ബൈയിങ് ബിഹേവിയർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം കൂടുതൽ ലിക്വിഡ് അസറ്റ്സ് ഉണ്ടാകുമ്പോൾ അവരുടെ കയ്യിൽ ക്യാഷ് ആയിട്ടാണല്ലോ അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം കൂടുതൽ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. പക്ഷെ ഫിക്സഡ് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ എന്താണ് പർച്ചേസിങ് ബിഹേവിയറിൽ മാറ്റം അതിനനുസരിച്ച് ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ എന്താ കൺസ്യൂമർ ക്രെഡിറ്റ് പറയുമ്പോൾ ചില സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂമറിന് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട് അല്ലെ. അതായത് ഇപ്പോൾ എന്താണ് ബൈ നൗ പേ ലേറ്റർ അങ്ങനെ ഒരു എന്താണ് ഇത് യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഇപ്പം നമ്മുടെ ബജാജ് ഫിനാൻസ് അല്ലെ, അങ്ങനെ ഒരുപാട് ഫിനാൻസിങ് കമ്പനീസ് ഉണ്ടാവും. അപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു ചെറിയ എമൗണ്ട് മാത്രം കൊടുത്ത് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങാം, ബാക്കി പിന്നീട് ഇൻസ്റ്റാൾമെന്റ് ആക്കി അടച്ചാൽ മതിയോ. അതാണ് ക്രെഡിറ്റ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒരുപാട് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഒരുപാട് പ്രൊഡക്റ്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ബൈയിങ് ബിഹേവിയറിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും അല്ലേ. അതുപോലെ തന്നെ നോക്കൂ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ
മോട്ടിവേഷൻ, പെർസെപ്ഷൻ, ലേണിംഗ്, ആറ്റിറ്റ്യൂഡ്, ഇതാണ് വരുന്നത്. അതായത് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു അൺഫുൾഫിൽഡ് നീഡ്സ് ഉള്ള വ്യക്തികൾക്ക് എന്ത് ചെയ്യും, അത് നേടാൻ, ആ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ശ്രമിക്കുന്നു അല്ലെ. നമുക്ക് മാസ്ലോസിന്റെ നീഡ് ഹൈറാർക്കി തിയറിയെ കുറിച്ചിട്ടൊക്കെ അറിയാം അല്ലെ. അതായത് മാസ്ലോ എന്താണ് 5 നീഡ്സ് ആണ് മനുഷ്യന്റെ ആവശ്യങ്ങളെ ആയിട്ട് തരംതിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഫിസിയോളജിക്കൽ നീഡ്സും, അതേപോലെ തന്നെ സെക്യൂരിറ്റി നീഡ്സ്, സോഷ്യൽ നീഡ്സ്, എസ്റ്റീം നീഡ്സ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് അല്ലെ. അതായത് ഓരോ വ്യക്തിക്കും എന്താണ് അവരുടെ ആവശ്യം, അതിനനുസരിച്ച് അത് എന്താണ് അതാണ് അവരുടെ മോട്ടിവേഷൻ അല്ലെ. ആ ഒരു ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്നതാണ് അവരുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നീഡ്സ്, അൺഫുൾഫിൽഡ് നീഡ്സ് എന്താണോ അതിനനുസരിച്ച് അവരുടെ ബൈയിങ് ബിഹേവിയറിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ പെർസെപ്ഷൻ അല്ലെ, ഓരോരുത്തരും ഒരു പ്രൊഡക്റ്റിന്റെ മേലുള്ള ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാട് എന്താണ്, അതിനനുസരിച്ച് അയാളുടെ ബൈയിങ് ബിഹേവിയർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. പിന്നെ അതേപോലെ തന്നെ എന്താണ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു വ്യക്തി എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. അത് വാങ്ങിയതിന് ശേഷവും ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കും അല്ലെ. അതിന്റെ ബേസിൽ എന്ത് ചെയ്യും, അയാൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നു അല്ലെ. അതായത് മുഴുവനായി ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യാണ്, ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നു. പിന്നെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പ്രൊഡക്റ്റിന്റെ മേലെ ഒരു കസ്റ്റമർക്ക് ഉണ്ടാകുന്ന ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിലീഫ്സ് അല്ലെ, ഒരു ഇമേജ് എന്താണ് അല്ലെ. അപ്പോൾ മാനുഫാക്ചർ അല്ലെങ്കിൽ ബിസിനസ്മാൻ എന്ത് ചെയ്യണം, ആറ്റിറ്റ്യൂഡ് മാറുന്നതിനനുസരിച്ച് ഒരു പേഴ്സന്റെ ആറ്റിറ്റ്യൂഡ് മാറുന്നതിനനുസരിച്ച് അവരുടെ പ്രൊഡക്റ്റിലും മറ്റു കാര്യങ്ങളിലൊക്കെ ചേഞ്ചസ് വരുത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി ബൈയിങ് ബിഹേവിയർ അല്ലെ. അതായത് ഒരു ബയ്യറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. എന്താണ് ബൈയിങ് ബിഹേവിയർ, അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ബയ്യർ ആൻഡ് കൺസ്യൂമർ, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഫ്ലുവൻസിങ് ബൈയിങ് ബിഹേവിയർ. ഓക്കെ.